മഴക്കാലമാകുമ്പോൾ മലയാളികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണല്ലോ മുല്ലപ്പെരിയാർ ഡാം. എന്നാൽ ഈ സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ ഡോക്ടർ ഹങ്കൂർ കപൂറും സംഘവും മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയെപ്പറ്റി പഠനം നടത്തിയിരുന്നു. ഒരു ഡാം തകരുകയാണെങ്കിൽ അതിന്റെ ആഘാതം എത്രത്തോളമായിരിക്കും, എത്രത്തോളം പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും, എത്ര ഉയരത്തിലാണ് വെള്ളം ഉയർന്നു വരിക എന്നതെല്ലാം കൃത്യമായി തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി ഡാമിന്റെ സ്ഥാനം, അതിൻ്റെ വലുപ്പം, എപ്രകാരമായിരുന്നു ഡാം നിർമ്മിച്ചിരുന്നത്, ഡാമിന്റെ ചുറ്റുപാടുകളുടെ അവസ്ഥ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അവർക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഡാം തകരുകയാണെങ്കിൽ അവിടെ നിന്നും ഒഴുകി വരുന്ന ജലത്തിന്റെ അളവ് ഒരു സെക്കൻഡിൽ 15,403 ക്യൂബിക് മീറ്റർ ആണ്. അത് സൃഷ്ടിക്കാൻ പോകുന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രളയത്തിന്റെ 2 ഇരട്ടിയോളം വരുന്ന ആഘാതമാണ്. ഇത് സാധാരണഗതിയിലുള്ള ഒരു പ്രളയമായിരിക്കുകയില്ല, ഒരു ജലബോംബ് തന്നെയാണ്. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഉയർന്നു വരുന്ന ജലം പോലെയല്ല ഒരു ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ജലപ്രവാഹം. അതിൻ്റെ ഫോഴ്സ് അതിതീവ്രമായിരിക്കും. ലോകത്തുണ്ടായ ഏറ്റവും വലിയ പ്രളയം 1975 ചൈനയിൽ നടന്ന ഒരു പ്രളയമാണ്. ഡാം തകർച്ച തന്നെയാണ് ഈ പ്രളയത്തിനും കാരണമായി മാറിയത്. ബാൻകിയോ എന്ന ഡാമായിരുന്നു അത്. ആ കാലത്തുണ്ടായിരുന്ന നീന എന്ന ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ഡാം തകർച്ചയിൽ ഡാമിലെ വെള്ളം ഒഴുകിച്ചെന്നത് 61ഓളം വരുന്ന മറ്റു ചില ഡാമുകളിലേക്കാണ്. എന്നാൽ ആ ഡാമുകളെല്ലാം തകരുകയായിരുന്നു. ഏകദേശം 63ഓളം ഡാമുകളാണ് ആ ഡാം തകർച്ചയിൽ ഇല്ലാതെയായത്. 30 സിറ്റികളെ വെള്ളത്തിനടിയിലാക്കുകയും 2,40,000-ഓളം ആളുകളുടെ മരണത്തിന് കാരണമായി മാറുകയും ചെയ്ത ഒരു ഡാം ദുരന്തമായിരുന്നു അത്. ഇനി റിപ്പോർട്ടുകൾ പറയുന്നത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരിയാർ നദി അതിഭീകരമായ രീതിയിലായിരിക്കും കരകവിയാൻ പോകുന്നത്. വശങ്ങളിലേക്ക് 36 കിലോമീറ്റർ വരെ വെള്ളം ഒഴുകി മാറും. അങ്ങനെ നദിയുടെ ഇരുവശങ്ങളിലേക്കും 72 കിലോമീറ്ററിൽ ഏകദേശം ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ 45.3 മീറ്റർ വരെ വെള്ളം ഉയരുന്നതാണ്. അതായത് ഒരു 7 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ വെള്ളം ഉയരും. അതേസമയം അറബിക്കടലിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ജലനിരപ്പ് കുറയുന്നതാണ്. എന്നാൽ അത് ഏകദേശം 21.7 മീറ്ററോളം. എന്നാൽ ഈ ഒരു കണക്ക് പോലും ഒരു 3 നില കെട്ടിടത്തെ മുക്കാൻ കഴിയുന്നത്ര വെള്ളത്തിന്റെ പൊക്കമാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നശിക്കാൻ പോകുന്നത് 6 ജില്ലകളാണ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ എന്നീ ജില്ലകളാണവ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ പുറത്തിറക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഡാമുകളെ പറ്റിയായിരുന്നു അത്. ലിബിയയിൽ നടന്ന ഒരു ഡാം തകർച്ചയെ ബന്ധപ്പെടുത്തിയാണ് അവർ ആ ആർട്ടിക്കിൾ പുറത്തിറക്കിയത്. എന്നാൽ അതിൽ ഏറ്റവും അപകടകരമായ ഡാമായി പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഭയാനകമായ കാര്യമെന്തെന്നാൽ ഡാമിന് ശരിക്കും 128 വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നതാണ്. പഴക്കത്തോടൊപ്പം തന്നെ ഇതിൽ വലിയ രീതിയിൽ കേടുപാടുകളുമുണ്ട് എന്നാണ് ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നത്. ഇത് തകർന്നടിയുകയാണെങ്കിൽ ഏകദേശം 38 ലക്ഷത്തോളം ആളുകൾക്ക് നാശനഷ്ടമുണ്ടാകും. ഇപ്പോൾ ഇതേ തുടർന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് ഒരു അപേക്ഷ നൽകിയിരുന്നു. രണ്ടാമതൊരു ഡാം പണിയണം എന്നായിരുന്നു അത്. അതിനായി ഒരു പാരിസ്ഥിതിക പഠനം നടത്തണം എന്നായിരുന്നു കേരള സർക്കാരിന്റെ ആവശ്യം. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ മെയ് 28-ന് ഒരു യോഗം വിളിച്ചിരുന്നു. പക്ഷേ ആ യോഗം മാറ്റിവെച്ചതായിട്ടാണ് പിന്നീട് അറിഞ്ഞത്. മനസ്സിലാക്കാൻ കഴിയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ ഒരു കത്ത് കേന്ദ്ര ഗവൺമെന്റിന് അയച്ചിട്ടുണ്ടെന്നാണ്. നിലവിൽ സുപ്രീം കോടതിയുടെ പരിധിയിൽ വരുന്ന ഈ കേസ് ഒരു യോഗത്തിലൂടെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നതായിരുന്നു കത്തിലെ പരാമർശം. വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഏതായാലും മുല്ലപ്പെരിയാറിന്റെ നിലനിൽപ്പിന് ശാസ്ത്രീയമായി ഒരു വിശദീകരണമില്ല. ഓർക്കുക, ഇത് നിലനിൽക്കുന്നത് ഒരു ഭാഗ്യത്തിന്റെ പുറത്താണ്. ഡാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്?